കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ പുക ഉയർന്നതിന്റെ ഭാഗമായി മരണം സംഭവിച്ചിട്ടില്ലെന്ന് പ്രിൻസിപ്പൽ കെ.ജി. സുജിത് കുമാർ. അപകടം സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തും. പൊട്ടിത്തെറിയെ തുടർന്ന് UPS റൂമിനകത്തു നിന്നാണ് പുക ഉയർന്നത്. മുഴുവൻ രോഗികളെയും കാഷ്വാലിറ്റി ബ്ലോക്കിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടു. രാത്രി 7:45ഓടെയാണ് കാഷ്വാലിറ്റിയിലെ UPS മുറിക്കകത്തു നിന്ന് പുക ഉയർന്നത്. പുക രൂക്ഷമായതോടെ അത്യാഹിത വിഭാഗത്തിലെ രോഗികളെ മാറ്റാൻ തുടങ്ങി. ഇതിനായി നഗരത്തിലെ മുഴുവൻ ആംബുലൻസുകളും ഉപയോഗിച്ചു. 1 മണിക്കൂറിനകം രോഗികളെ മുഴുവൻ മാറ്റി. ഫയർഫോഴ്സ് എത്തിയാണ് പുക ഒഴിവാക്കിയത്. MRIയുടെ തൊട്ടപ്പുറത്ത് അടച്ചിട്ട റൂമിൽ നിന്നാണ് ശക്തമായ രീതിയിൽ പുക പിന്നെയും പുറത്തേക്ക് വരുന്നു. പിന്നെ അവിടെ നിന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ എന്ത് ചെയ്തു, ശ്വാസം മുട്ടൽ വരെ അനുഭവപ്പെട്ടു. പെട്ടെന്ന് തന്നെ എല്ലാവരും സെക്യൂരിറ്റി ഡോക്ടേഴ്സും നഴ്സുമാരൊക്കെ ഇടപെട്ട് തന്നെ രോഗികളൊക്കെ പുറത്തേക്ക് മാറ്റി. അതുകൊണ്ട് എന്ത് ചെയ്തു, വലിയൊരു വിഷയമില്ലാതെ രക്ഷപ്പെട്ടതുണ്ട്. പുക ഉയർന്നതിന്റെ ഭാഗമായി മരണം ഉണ്ടായിട്ടില്ലെന്ന് പ്രിൻസിപ്പൽ കെ.ജി. സജിത് കുമാർ പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട മരണമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം 5 എണ്ണത്തിൽ ഒരാൾ ബ്രോഡ് ഡെഡ് ആണ്, 4 ഡെത്ത്, 1 എക്കാലെക്സ്, ബാക്കി 2 പേര്, 1 ക്യാൻസറും അതിൻ്റെ കൂടെ കൗണ്ട് കുറഞ്ഞ് ന്യൂമോണിയ ഉള്ളത്, വേറെ 1 ന്യൂമോണിയ ഉള്ളത്. 3ാമത്തെ കേസാണ് ലിവർ, അതേപോലെ കിഡ്നി 2 ഡാമേജ് ആയിട്ടുള്ള ആൽക്കഹോളിക് ലിവർ ഡിസീസ്. ഷോർട്ട് സർക്യൂട്ട് കാരണമെന്നാണ് പ്രാഥമിക വിവരമെന്ന് ആശുപത്രിയിലെത്തിയ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു, പക്ഷേ ഫയർ ഡിപ്പാർട്ട്മെന്റ് അത് UPS റൂമിലായിരുന്നു. ഇപ്പോൾ ഉള്ള ഇൻഫർമേഷൻ അതാണ്, UPS റൂമിൽ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ബീച്ച് ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിലേക്ക് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെയും ജീവനക്കാരെയും താൽക്കാലികമായി നിയമിച്ചു. ഉടൻ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗം സജ്ജമാക്കും. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ആശുപത്രിയിൽ രാത്രി തന്നെ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.